ഹൈക്കോടതിയിലെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ്. ഇന്റേൺഷിപ്പ് അല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷോർട്സ് ഒക്കെ കാണുന്നവർക്ക് അറിയാം, അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. സത്യം പറഞ്ഞാൽ ഇന്ന് നല്ല മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് വരാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്ങനെയൊക്കെയോ ചാടിപ്പിടിച്ച് ബസ് കയറി ഹൈക്കോടതി ജംഗ്ഷനിലെത്തി. അപ്പം തന്നെ ഒരു ചായ കുടിച്ചു. കാര്യം കൈയൊക്കെ മരവിച്ചു പോയി എൻ്റെ. ദെൻ നമ്മൾ നേരെ പോകാൻ പോകുന്നത് കോടതിയിലേക്കാണ്. ഞാൻ ഇന്ന് അഡ്വക്കേറ്റ് ഓഫീസിലേക്ക് പോകുന്നില്ല, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ അഡ്വക്കേറ്റ് ഓഫീസിലാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. ഹൈക്കോടതിയിൽ ലോ സ്റ്റുഡൻസ് ഇന്റേൺഷിപ്പ് ചെയ്യാൻ അഡ്വക്കേറ്റ് ഓഫീസ് തന്നെ ചൂസ് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ജഡ്ജ് ചേംബറിലും ചെയ്യാവുന്നതാണ്. അതായത് ജഡ്ജിമാരുടെ അണ്ടറിൽ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ഡേ ഒരു മേഡറിന്റെ കേസ് വന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ ഹിയറിംഗ് ഇന്നും ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേൾക്കാൻ. പിന്നെ കോടതിക്കകത്ത് നമുക്ക് എത്രമാത്രം ഫോൺ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ ഫോണൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ നമ്മളിന്ന് കഴിക്കാൻ ഇറങ്ങി. സാധാരണ നമ്മൾ അവിടെ തന്നെ ഇരുന്നാണ് കഴിക്കുന്നത്, അതിനുള്ള സ്പേസ് ഉണ്ട്, ഡൈനിങ് ആയിട്ടുള്ള ഏരിയ ഉണ്ട് കേട്ടോ. നല്ല വിശപ്പായിരുന്നു, നല്ലൊരു ബിരിയാണി കഴിക്കാൻ തോന്നി. കാര്യം നല്ല അടിപൊളി മഴയായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നല്ല കൂടി കണ്ടില്ലേ. പിന്നെ അറ്റ് ലാസ്റ്റ് നമ്മുടെ പ്ലാൻ പോലെ തന്നെ നല്ല ചൂട് ബിരിയാണി നമുക്ക് കിട്ടി. ഞാനിങ്ങനെ മനസ്സ് വിചാരിക്കുമായിരുന്നു, നല്ല മഴ, ഒരു ബിരിയാണി കഴിച്ചൊക്കെയുള്ളാം. അതുപോലെ തന്നെ സംഭവിച്ചു. ഇത് കോടതിക്ക് അടുത്ത് തന്നെയുള്ള ഒരു കടയാട്ടോ. ഞങ്ങൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ തന്നെയായിരുന്നു നമ്മളെല്ലാവരും വന്ന് കഴിക്കുന്നുണ്ടായിരുന്നത്. ഷോർട്സ് ഒക്കെ കാണുന്നവർക്കറിയാം. സാധാരണ ഒരു മഴയത്ത് നമുക്ക് തോന്നല് ഒരു ചായ ഒക്കെ കുടിക്കാനല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി ബിരിയാണി കഴിക്കാനായിരുന്നു തോന്നിയത്. ഞാനും പാർവതി ചേച്ചി ആദ്യം പ്ലാൻ ചെയ്തത് മറ്റേ തൈര് സാദം ഇല്ലേ, അത് ഐഡിയലിയിൽ കിട്ടും. നമ്മുടെ കോടതിക്കകത്ത് തന്നെ ഐഡിയലി ഉണ്ട്, അപ്പോൾ ഐഡിയലിയിൽ കിട്ടും. അങ്ങനെ അത് കഴിക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ പെട്ടെന്നാണ് ഞാൻ പറഞ്ഞത്, ചേച്ചി നല്ല മഴയല്ലേ, നമുക്കൊരു ബിരിയാണി കഴിച്ചാൽ പോരെ. അങ്ങനെയാണ് ഓടി വന്ന് കഴിച്ചത് കേട്ടോ. സാറ്റിസ്ഫൈഡ് ആയി, നല്ല സൂപ്പറായിട്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ആഫ്റ്റർനൂൺ സെക്ഷൻ നമുക്ക് കാണാം. ഭയങ്കര മഴയായിരുന്നു കേട്ടോ, ഇടയ്ക്ക് ഇങ്ങനെ കൂടും ഇടയ്ക്ക് കുറയും. പക്ഷെ നല്ല രസമായിരുന്നു താഴെ വന്നിട്ട് നിൽക്കാനൊക്കെ. പിന്നെ ലോ സ്റ്റുഡൻസ് ആരെങ്കിലും ഹൈക്കോടതിയിൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു സെക്കൻഡ് ഇയറെങ്കിലും എത്തിയിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ. പറഞ്ഞുകൊണ്ട് ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, കോടതിയിൽ നിന്ന് നേരത്തെ ഇറങ്ങിയെന്നേ ഉള്ളൂ. ഇതിപ്പോൾ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞു നമുക്കൊന്ന് മറൈൻ ഡ്രൈവ് വരെ പോയാലോ, ജസ്റ്റ് അവിടെ പോയി ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പാർവതി ചേച്ചി എൻ്റെ കാട്ടിൽ സൂപ്പർ സീനിയറാണ്. ചേച്ചിക്ക് ഇനി ഒരൊറ്റ സെമസ്റ്ററും കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് ആണ്. എന്നാൽ നമുക്കോ ഇനിയുണ്ട് 4 സെമസ്റ്ററോടെ, എന്തെങ്കിലും കഴിയുമെന്ന് വിചാരിക്കാം. പിന്നെ ചേച്ചി നമ്മുടെ കോളേജിൽ സീനിയർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കോളേജിൻ്റെ കടപ്പോശമൊക്കെ ഒന്ന് പറഞ്ഞു തരുമായിരുന്നു, ജസ്റ്റ് ഫൺ. അങ്ങനെ കുറച്ച് നേരമായിരുന്നു. സത്യം പറഞ്ഞാൽ മറൈൻ ഡ്രൈവിനെ പറ്റി പറയുമ്പോൾ ശരിക്കും ഒരു ബാഡ് തോട്ട്സ് ഒക്കെ എല്ലാവരുടെ മനസ്സിലും വരും. ഈ കപ്പിൾസൊക്കെ വന്നിരുന്ന ആകെപ്പാടെ ശരിക്കും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കേട്ടോ. നിങ്ങളല്ലാണ്ട് ഒറ്റയ്ക്കൊക്കെ ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, ഒറ്റയ്ക്ക് പീസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും മറൈൻ ഡ്രൈവിൽ ഒരു പെർട്ടിക്കുലർ ഏരിയകളുണ്ട്. പറഞ്ഞ പോലെ അവിടെയൊക്കെ പോയിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. എല്ലായിടത്തൊന്നും നമ്മൾ ഈ പറഞ്ഞ കണക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഞങ്ങൾ കുറേ കഴിയുമ്പോൾ നല്ല മഴയായി. നമ്മൾ കുടയൊക്കെ ചൂടി അവിടെ ഇരുന്നെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്കൂട്ടായി. മഴ കൂടിയപ്പോൾ നമ്മൾ അടുത്ത ബസ് പിടിച്ച് നേരെ കയറി. ചേച്ചിക്കുള്ള ബസ് വന്നില്ല, ചേച്ചി അതുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ബസ്സിൽ കയറിയപ്പോൾ തന്നെ സീറ്റ് കിട്ടി. കാര്യം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബസ്സൊക്കെ. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴും മഴ തോന്നിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി പോയിട്ടൊന്ന് കിടന്നുറങ്ങാമെന്ന്. കാര്യം അത്രയ്ക്ക് ടയർഡായിരുന്നു ഇന്ന്. പിന്നെ ഈ ഉള്ളിൽ നിന്ന് ഒരു കൈൻഡ് ഓഫ് ക്രേവിങ്സ്, അതിപ്പോൾ മഴയത്ത് പതിവാണല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് ചിപ്സൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി. ഞങ്ങളുടെ വില്ലയുടെ റോഡ് കണ്ടില്ലേ, ഇനിയും തകർത്ത് മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില്ല മിക്കവാറും മുങ്ങുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ ചാടിപ്പിടച്ച് നമ്മൾ വീട്ടിലെത്തി. സോ ഇനിയിപ്പോൾ നമുക്ക് കിടന്ന് ഉറങ്ങാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേപോലെ മഴയാണ് പുറത്ത്, നിങ്ങൾ കണ്ടല്ലേ. അതിന് മുന്നേ ഒരു കാര്യം, ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഒരു കുട്ടി, ഞാൻ ഫുഡ് കഴിച്ചിട്ട് തിരിച്ചപ്പോഴത്തേനും 2 പേരിങ്ങനെ നടന്നു പോകാം. ലോ പഠിക്കുന്ന പിള്ളേർ തന്നെ ഹൈക്കോടതി ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ പാസ് ചെയ്ത് നടന്നു പോയിട്ട് തിരിച്ചു വന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചു, എന്താ ഈ വ്ളോഗൊക്കെ ചെയ്യുന്ന സഹനാസ് വ്ളോഗ് അങ്ങനെയല്ലേ, ഞാൻ വീഡിയോസ് കാണാറുണ്ട്, നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ അയ്യോ, എൻ്റെ മനസ്സിൽ അപ്പം ഉണ്ടായ സംഭവം ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ഇത്രയും പൊക്കത്ത് ഞാൻ നിൽക്കുക. അത്രയ്ക്ക് സന്തോഷമായി എനിക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ. കാര്യം നമ്മളെ ഒരാൾ നമ്മളെ തിരിച്ചറിയാൻ ഒരുപാട് വഴികളുണ്ട്, അപ്പോൾ അതിലൊരു നല്ല വഴിയാണിത്. അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മളെ തിരിച്ചറിയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം, എന്നെ ഇതുവരെ എങ്ങും ആരും അറിയാത്ത ഒരാളായ എന്നെ ഇങ്ങനൊരാൾ തിരിച്ചറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. എൻ്റെ കൂടെ എൻ്റെ കോളേജിൽ കുറേ പേര് ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്.
നന്ദി, ഒരുപാട് നന്ദി. എനിക്ക് ഇനി നിങ്ങളൊക്കെ കാണുമ്പോൾ എന്നെ വന്ന് മിണ്ടണം. സത്യം പറഞ്ഞാൽ എനിക്ക് ജാട ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അപ്പോൾ ഭയങ്കര എക്സ്ട്രോവേർട്ടായിട്ട് സംസാരിക്കാത്ത, എനിക്ക് എന്തായിട്ടും എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ കൂടെ കാണും. അവരൊക്കെ ഇങ്ങനെ അങ്ങനെയുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങനെയൊക്കെ ആവും. നല്ല രസമായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് സപ്പോർട്ട്. നമുക്ക് ഇനി കിടന്നിറങ്ങിയത് ഞാൻ പറയാൻ മറന്നു. ഇനിയിപ്പോൾ എന്നെ ആരെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ ദൂരെ നോക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഭയങ്കര ഇങ്ങനെ ആയിരിക്കും ഞാൻ നടക്കുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ ഞാൻ അത്രയ്ക്ക് ക്രൂര ആയിട്ടുള്ള ഒരാളൊന്നും അല്ല. ഞാൻ പാവമാണ്. എന്നോട് മനസ്സിലാക്കുന്നവർക്കറിയാം ഞാൻ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി. സോ ഹാപ്പി. ഇത് കണ്ടിട്ട് ഉറങ്ങാതിരിക്കാൻ തോന്നാത്തതുകൊണ്ട് തന്നെ നല്ലൊരു ഉറക്കം ഉറങ്ങി. ഗൈസ്, ദിസ് ഇസ് അവർ ലാസ്റ്റ് ഡേ ഓഫ് ഇന്റേൺഷിപ്പ് അറ്റ് കേരള ഹൈക്കോർട്ട്. ഇന്ന് നമ്മുടെ മാഡത്തിന് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ ഹിയറിംഗ് ഒക്കെ. സോ നമ്മൾ നേരെ ഫുഡ് കഴിച്ചു നേരെ മാമിൻ്റെ ഓഫീസിലേക്ക് പോയി. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് മാമിൻ്റെ ഓഫീസിൽ വരുന്നത്. ഞാൻ നേരെ കോടതിയിലേക്കാണ് സാധാരണ പോവലുള്ളത്. ഇന്ന് നമുക്കൊരു ക്ലയൻ്റ് ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ക്ലയൻറ്റുമായിട്ട് ഡീൽ ചെയ്യുന്നതെന്നൊക്കെ കാണിച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ കൂട്ടിയത് മാം. സത്യം പറയാലോ നന്നായെന്ന് എനിക്ക് തോന്നി പോയത്. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാട്ടോ. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? കേസ് ഫയലിൻ്റെ ഫ്രണ്ട് പേജ് സെറ്റ് ചെയ്യാണ്. അതായത് ആരാണ് പെറ്റീഷണർ, ആരാണ് റെസ്പോണ്ടൻറ്റ്, കേസ് നമ്പർ എത്രയാണ്, CRLMC എന്ന് വെച്ചാൽ ക്രിമിനൽ കേസിനാണ് CRLMC എന്ന് പറയുന്നത്. സോ അതൊക്കെ ഞാൻ പഠിച്ചിട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇതൊക്കെ ചെയ്തപ്പോൾ. കാര്യം വേറൊന്നുമല്ല, നമ്മൾ ഈ LLB 5 വർഷം 3 വർഷമൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. എന്നാലും നമ്മൾ ഈ തിയറി മാത്രമാണ് പഠിക്കുന്നത്. ഒരു കോടതി ചെന്ന് കഴിഞ്ഞാൽ ഒരു കേസ് എങ്ങനെ എടുക്കണമെന്നോ ആ കേസിനെ എങ്ങനെ കാണണമെന്നോ ആ കേസ് വരുമ്പോൾ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റെപ്പ് എന്താണെന്നോ ഒന്നും നമുക്കറിയാൻ പാടുണ്ടാവില്ല. ഇപ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ ഇങ്ങനൊരു വക്കീൽ ഓഫീസ് തന്നെ പോയെങ്കിലേ നടക്കുള്ളൂ. ചുമ്മാതല്ലല്ലോ ജൂനിയേഴ്സായിട്ട് 2-3 വർഷം പ്രാക്ടീസ് ചെയ്യുന്നത്. എന്നാൽ കൂടി നമുക്ക് മനസ്സിലാവില്ല. ഇതൊക്കെ മനസ്സിലാക്കി മാം എനിക്കൊരു ഓഫർ കൂടി തന്നു. അതായത് ഇനി ഇൻറ്റേൺഷിപ്പ് അല്ലാണ്ടും ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ കുറേശ്ശെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. സൂപ്പർ ഹാപ്പി. കാര്യം നമുക്ക് ഫാമിലിയിൽ എൻ്റെ ഇപ്പോഴത്തെ കസിൻസൊക്കെ ലോയേഴ്സ് ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു ഫസ്റ്റ് പേരൻസോ അല്ലെങ്കിൽ എൻ്റെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ലോയേഴ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനോ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചോദിക്കാനോ അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തമായിട്ട് വേണം പല കാര്യങ്ങളും ഗ്യാദർ ചെയ്തെടുക്കുക. സോ ഇങ്ങനൊരു ഓഫർ മാം വെച്ചപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് മാം 6 വർഷമായിട്ട് ഒരു ജൂനിയറായിട്ട് നിന്നിട്ട് 6ാമത്തെ വർഷം എന്തായാലും ഒരു ക്യാബിൻ ഇടണമെന്ന് വിചാരിച്ചിട്ടതാണ്. അത്രമേൽ ആഗ്രഹിച്ച് ചെയ്തതാണ് ഈ ഒരു കാര്യം. കണ്ടപ്പോഴും കഥകൾ കേട്ടപ്പോൾ ഉണ്ടായ ഒരു ബൂസ്റ്റിങ് പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല. കഥകൾക്ക് അന്ത്യമില്ലാത്തത് കൊണ്ട് തന്നെ വിശപ്പായോ എന്ന് മനസ്സിലാക്കി മാം എനിക്ക് കാഷ്നട്ടും ആൽമണ്ടും ഒക്കെ വാങ്ങിത്തന്നു. ഞങ്ങൾ വീണ്ടും കഥകൾ പറഞ്ഞു. എനിക്ക് കേൾക്കാനും മാമിന് പറയാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇത് കണ്ടില്ല, ഇത് മാമിൻ്റെ ഹസ്ബൻഡ് ഈ ഓഫീസ് തുടങ്ങിയ സമയത്ത് ഗിഫ്റ്റ് ചെയ്തതാണ്. ഞാൻ ഒരുപാട് ഇൻസ്റ്റാ പേജിൽ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരെണ്ണം വാങ്ങിക്കണം. അങ്ങനെ പിന്നെ ഒരു കേസ് ഫയൽ നോക്കി. അത് കഴിഞ്ഞ് ക്ലയൻറ്റ് വന്നു. ക്ലയൻറ്റിനോട് എങ്ങനെയാണ് സംസാരിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റ് ഡേ ഇൻറ്റേൺഷിപ്പ് ഇത് ഇവിടെ കഴിയാണ് അറ്റ് ഹൈക്കോടതി. ആസ് എ ലോ സ്റ്റുഡൻറ്റ് എൻ്റെ ഏറ്റവും നല്ല തീരുമാനമായിരുന്നു ഇൻറ്റേൺഷിപ്പ് ഹൈക്കോടതിയിൽ ചെയ്യാമെന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അറിയാനും ഒക്കെ സാധിച്ചു. കാര്യം നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് തിയറി ആണല്ലോ കൂടുതലും പഠിക്കുന്നത്. ഒരു വക്കീൽ എങ്ങനെയായിരിക്കണം, എങ്ങനെ ചിന്തിക്കണം എന്നുള്ള പല കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റി. നിങ്ങൾക്ക് ഇങ്ങനെ അവസരം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തിയപ്പോൾ നമുക്കൊരു കൊറിയർ ഉണ്ട്. ഈ കൊറിയർ എന്താണെന്നും ഇതെന്താണ് ഉദ്ദേശിക്കുന്നതൊക്കെ അടുത്തൊരു വലിയ വീഡിയോയിൽ ഞാൻ പറയാം. കാര്യം ഒരു കുട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം